2004 ഡിസംബർ മാസത്തിൽ സുനാമി വരിക. അന്നേ ഒരു കാര്യം കേൾക്കണം. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി പോയ രാമേശ്വരത്തെത്തിയ പാസ്റ്റർ പൗലോസ് അദ്ദേഹം ശനിയാഴ്ച രാവിലെ ചർച്ച് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു. നാളെ രാമേശ്വരത്ത് ഒരു വലിയ സംഭവം നടക്കും. അതിനു മുമ്പ് നിൻ്റെ സഭയിലുള്ള മക്കളെ എല്ലാം കൂട്ടി വരുത്തണം. കേൾക്കണം എല്ലാവരും. യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അദ്ദേഹം നേരിട്ട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ച് ബസ് വിട്ട് സകലരും വരാൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ആരാധന, ശനിയാഴ്ച വൈകിട്ട് കാത്തിരിപ്പ് യോഗം, ഞായർ 9 മണിക്ക് മുമ്പിട്ട് മീറ്റിംഗ് തുടങ്ങുക. തമ്പയർ അടിക്കാൻ തുടങ്ങിയപ്പോഴാ ഒരു സംഭവം. ഇന്തോനേഷ്യയിലെ സുനാമി മനസ്സിലാകുന്നവർക്കായി 3 ലക്ഷം പേരെയ പ്രഭാതത്തിൽ ലോകം തീർത്തത്. 6 മീറ്റർ തിരമാല ഉയർന്നു. മറീന ബീച്ചും പോയി, രാമേശ്വരം കടപ്പുറവും പോയി. ആ കടപ്പുറത്ത് തൊട്ടിപ്പുറത്തായിരുന്നു പാസ്റ്റർ പൗലോസ് പാസ്റ്റർ ചർച്ച്. 9:30 അവിടെ തമ്പയർ അടിച്ച് ആരാധിച്ചപ്പോൾ 6 മീറ്റർ വെള്ളം കടൽ ഉയരുക. ഒരു തുള്ളി പോലും ദൈവസഭയ്ക്കകത്ത് കയറുവാൻ എൻ്റെ ദൈവം അനുവദിച്ചതില്ല. ഇന്ന് രാത്രി അണക്കരക്കാരെ, ഹൈറേഞ്ചുകാരെ, നിങ്ങൾ പെന്തിക്കോസുകാരെ കുറ്റം പറയും, ഞങ്ങൾ കലപില പറയുന്നു, അന്യഭാഷ പറയുന്നു, തമ്പേറടിക്കുന്നു. ഞങ്ങളിവിടെ മുട്ടുമടക്കി ആരാധിക്കുന്നത് കൊണ്ട് ദേശം നിലനിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് മാറട്ടെ. സുനാമി തീർത്തതുപോലെ സ്വർഗം ഇതിനെ തീർക്കും. മനസ്സിലാകുന്നവർക്കായി കാവൽക്കാരോ, കാവൽക്കാരോ, നീ ഭയകുന്നതെന്ന് മനസ്സിലാകുന്നവർക്കായി ഈ ദിവസങ്ങളിൽ ഞാൻ കൂടി പിടിച്ചവനാ. എസ്എഫ്ഐയുടെ ഏറ്റവും വലിയ മുതിർന്ന തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. സ്വോത്രം. ജോൺ ബ്രിട്ടാസാർ അന്ന് കൃത്യമായിട്ട് കൊടുത്തേരെ മോനെ, ലൈവ് എടുത്തോ. ജോൺ ബ്രിട്ടാസുകാരെ ഒരു ഹിന്ദിക്കാരെ ചാനലുകാരനുമായിട്ട് ഡൽഹി ഇരുന്ന് സംസാരിക്കുക. അവൻ പറഞ്ഞു, പഞ്ചാബ് ഏക് യേശു മസി ആനേവാല ബൈജൂന്ദർ സിംഗ്, യേശു ബോൽക്കെ സബ്കോ ഇലാത്താകെ. അവിടെ കിടന്ന് ബഹളം വെക്കുന്നെന്ന്. ഉടനെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്കേലി അമ്പി മതത്തിനായി എന്ന്. ഈ കൈയടിച്ച് ആരാധിക്കുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ലെന്ന്. സ്വോത്രം. എൻ്റെ ജോൺ ബ്രിട്ടാസ് സാറേ, ഞങ്ങളെപ്പോലെ കൈയടിച്ച് പ്രാർത്ഥിച്ച് ദേശത്തിന് വേണ്ടി കരയുന്നത് കൊണ്ടാണ് ഇവിടെ ട്രെയിൻ സ്ഫോടനവും ഇവിടെ പ്ലെയിൻ സ്ഫോടനവും ഭീകരവാദികളും വരാത്തത്. ഞങ്ങളുടെ പെയ്ത്തോമിനകത്ത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടിയല്ല. ആദ്യം പറയുന്ന ഇന്ത്യ മഹാരാജ്യം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ MLA-മാർ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ പെന്തക്കോസിൻ്റെ ആലയങ്ങളിൽ ഇന്ത്യയുടെ ഭൂപടം വെച്ച് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കലപില താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങളുടെ കലപിലെ ബഹുമാനിക്കുന്ന ഒരു സർവശക്തി ഇന്ന് രാത്രിയോ ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നോക്കിക്കാണുന്നു.